ഉറ്റ സുഹൃത്തുക്കളായ രണ്ട് പൊതുപ്രവർത്തകർ നാട്ടിലെ ഒരു വിഷയത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷയം എൻ്റെ കർമ്മമണ്ഡലമായ റേഷനായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇടപെടുകയാണ്. ഈ ഓണക്കാലത്തെ മഞ്ഞക്കാടിനുള്ള കിറ്റാണ് വിഷയം. ഈ പറഞ്ഞ രണ്ടുപേരിൽ ഒരാൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വന്ന് അവരുടെ ആ ഭാഗത്തുള്ള റേഷൻ കടയിൽ ഓണക്കിറ്റ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അവരൊക്കെ വന്ന് ചോദിക്കുകയാണ്, കിറ്റ് എത്തിയിട്ടില്ലേ. ഇവിടെ വരുന്ന ഉപഭോക്താക്കളുടെ ഈ ചോദ്യം കേട്ടിട്ട് നമ്മൾ റേഷൻ കടയിലെ ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് പാക്ക് ചെയ്യുന്നുണ്ട് ഇതേവരെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനു മറുപടിയായി അടുത്തയാൾ ഇന്ന് അവിടെ ഓണക്കിറ്റ് എത്തി എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്തു. ഈ പ്രചരണത്തിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ കിറ്റില്ല, നല്ല അതേ കിറ്റ് ഇന്ന് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കിതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? കേരളത്തിലാകെ 14,300ഓളം റേഷൻ കടകളുണ്ട്. ഇവർക്കൊക്കെ പല സപ്ലൈകോകളിൽ നിന്നാണ് ഓണക്കിറ്റ് തയ്യാറാക്കിയിട്ട് കടകളിൽ എത്തിച്ചു കൊടുക്കുന്നത്. എല്ലാ സപ്ലൈകോയിലും ഒരേ സമയത്ത് ഈ ഓണക്കിറ്റിന് ആവശ്യമായ സാധനങ്ങൾ എത്തണമെന്നില്ല. അപ്പോൾ തൊട്ടടുത്ത് 2 റേഷൻ കടകളുണ്ടെങ്കിലും അതിൽ ഒരു കടയിൽ എത്തിക്കേണ്ട ഓണക്കിറ്റുകൾ ഒരു സപ്ലൈകോയിലും അടുത്ത റേഷൻ കടയിലേക്ക് എത്തിക്കേണ്ട കിറ്റുകൾ മറ്റൊരു സപ്ലൈകോന്നും ആയിരിക്കും വരിക. അതുകൊണ്ടാണ് ഈ ചെറിയൊരു കാലതാമസം. സംഗതി സർക്കാർ 10-ാം തീയതിക്ക് ഓണക്കിറ്റ് വിതരണം നടക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും ഈ സാധനങ്ങൾ പാക്ക് ചെയ്ത് എത്തിക്കാനുള്ള താമസം കൊണ്ടും ഒരല്പം വൈകി. എനിക്ക് തോന്നുന്നു ഇന്നേക്ക് മഞ്ഞക്കാടിൻ്റെ കിറ്റുകൾ എല്ലാ റേഷൻ കടകളിലും എത്തിയിട്ടുണ്ടാവും. ഏകദേശം ഒട്ടുമുക്കാലും എത്തിയിട്ടുണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ട് മഞ്ഞക്കാടുകാർക്ക് നാളെ മുതൽ ധൈര്യസമേതം തൊട്ടടുത്തുള്ള റേഷൻ കടകളിലേക്ക് കിറ്റിന് വേണ്ടി പോകാവുന്നതാണ്. പിന്നെ ആ 2 സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. ഇതേപോലെ പൊതുപ്രവർത്തന രംഗത്ത് ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പൊരുന്നത് കാണാനും നല്ലൊരു ചന്തമാണ്. ഇതിങ്ങനെ തന്നെ തുടരുക. ഓക്കെ.